ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് പടവലങ്ങ കൊണ്ട് 3 തരത്തിലുള്ള റെസിപ്പി ഉണ്ടാക്കാം. അതും ഉച്ചയൂണിന് മാത്രമായിട്ട് കഴിക്കാം നമ്മൾക്ക്. അപ്പോൾ നല്ലൊരു ഊണും റെഡിയാവും. അതുപോലെ തന്നെ ഒരു പച്ചക്കറി മാത്രം മതി. ഇപ്പോൾ പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കടലപ്പരിപ്പും അതുപോലെ തന്നെ ചെറുപയറിൻ്റെ പരിപ്പുണ്ടല്ലോ, അത് രണ്ടുമാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. ഒരുമിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒരു 4 വിസിൽ വരുന്നത് വരെ വയ്ക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് കുക്കാവുന്നവരെ. അപ്പോൾ ഇനി നമ്മൾക്ക് പടവലങ്ങ എടുത്തിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ആദ്യം അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ കളഞ്ഞതിന് ശേഷം, ഞാനിപ്പോൾ 3 വിഭവങ്ങളാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 തരത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് ഞാനിപ്പം തീയലിന് വേണ്ടിയിട്ട് റൗണ്ടിലും അതുപോലെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂട്ടെന്ന് പറയുന്ന ഒരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് നീളത്തിലും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യം തീയലിനുള്ള തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ എണ്ണയിൽ ഇച്ചിരി കറിവേപ്പില ഇടുന്നുണ്ട്. ഞാൻ എണ്ണ ഒഴിക്കണം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ തേങ്ങ ഒരിത്തിരി ഫ്രോസൺ തേങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മൾ അരയ്ക്കുമ്പം എണ്ണ കിട്ടില്ല, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കണത്. അപ്പോൾ നന്നായിട്ട് തീയലിന് വറുത്തെടുക്കുക. തേങ്ങ വറുത്തെടുത്തിട്ട് ഒരു ഇളം ചൂടോടുകൂടെ തന്നെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കണം. അപ്പോൾ അതേ പാത്രത്തിലോട്ട് ഇനി എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട്. സവാള അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ പടവലങ്ങ അരിഞ്ഞു വെച്ചതുണ്ടല്ലോ, റൗണ്ടിൽ അരിഞ്ഞു വെച്ചത് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് മല്ലിപ്പൊടി ചേർക്കുക. പിന്നെ ഇച്ചിരി പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ കുരുമുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഞാൻ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ തേങ്ങ അരച്ച് വെച്ചതുണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർക്കണം. തേങ്ങ നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കുമ്പം ഇതിലോട്ട് ഇങ്ങനെ എണ്ണ പോലെ വരും. അപ്പോൾ അങ്ങനെ വേണം തീയലിന് ശരിക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അറിയാം, എന്നാലും പറഞ്ഞതാണ്. നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ തീയലിൻ്റെ രുചി നമ്മൾക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ തേങ്ങയിൽ നന്നായി വറുത്തെടുക്കണതുകൊണ്ട് തന്നെ തേങ്ങയിൽ ആ എണ്ണ നമ്മൾക്ക് നന്നായിട്ട് വരും, തെളിഞ്ഞ് വരും. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തീയൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ആ തേങ്ങ അരപ്പ് ഇതിലോട്ട് ചേർത്തിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് കൂട്ടുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണയിൽ കുറച്ച് കടുകിടുന്നുണ്ട്, കറിവേപ്പില ഇടുക. പിന്നെ നമ്മൾക്ക് ഉള്ളി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ഒരുപാട് സവാള ഇടേണ്ട ആവശ്യമില്ല, കുറച്ചിട്ടാൽ മതി. അതിനുശേഷം തക്കാളി ഇടുന്നുണ്ട്. ഞാനൊരു പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക. അത് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് പച്ചമുളക് ഇടുന്നുണ്ട്. പച്ചമുളക് ഇപ്പോൾ അരിഞ്ഞിടില്ലെങ്കിലും കുഴപ്പമില്ല, തേങ്ങയിൽ അരച്ച് ചേർത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഇതേ പടവലങ്ങ നമ്മൾ നീളത്തിൽ മുറിച്ചതാണ് ഞാൻ ഇതിലിടുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ഈ പടവലങ്ങ ഒന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് തേങ്ങയിൽ കുറച്ച് ജീരകം ചേർത്ത് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലോട്ട് പരിപ്പ് ചേർക്കുക. ഇതിൽ ചെറുപയർ പരിപ്പാണ് ചേർക്കേണ്ടത്. അത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇപ്പോൾ രണ്ടാമതും ചേർക്കുന്നുണ്ട്, കാരണം പരിപ്പിൽ ഉപ്പില്ലല്ലോ, അതുകൊണ്ട്. ഇനി നമ്മൾക്ക് തേങ്ങ അരച്ചതും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങയുടെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയിൽ പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, വെള്ളം ചേർക്കേണ്ട. പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ പരിപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ സവാള ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള പടവലങ്ങ ചേർക്കുക. ഇതിന് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, തോരൻ ഉണ്ടാക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾക്ക് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കാം. വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം, കുഴപ്പമില്ല. ഞാനിവിടെ വെള്ളം ഒഴിക്കണില്ല, മൂടി വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ആവിയിൽ വെന്തോളുമല്ലോ. പിന്നെ ഇതിലോട്ടാണ് കടലപ്പരിപ്പ് ചേർക്കേണ്ടത്. കടലപ്പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഈ തേങ്ങ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ചതച്ച് വെച്ച തേങ്ങ ഇതിലോട്ട് ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂടി വയ്ക്കുക.
പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക ഇടയ്ക്ക്. പരിപ്പിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എക്സ്ട്രാ ഒന്ന് ചേർക്കേണ്ടി വരും. അപ്പോൾ അത്രയേ ഉള്ളൂ, 3 കറികളും റെഡിയായി. കണ്ടില്ല, ഒരു വിഭവം ഒരു പച്ചക്കറി കൊണ്ട് തന്നെ നമ്മൾക്ക് 3 കറികൾ ഉണ്ടാക്കാൻ പറ്റി. ചോറിന് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നല്ല ടേസ്റ്റാണ്. തീയലും അതേപോലെ തന്നെ കൂട്ടും പിന്നെ നമ്മുടെ ഉപ്പേരിയും. അത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.